ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നല്ല അടിപൊളി സിമ്പിളായിട്ടൊരു മീൻകറി നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മത്തിയാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ തന്നെ ഒരു 2-3 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് ചട്ടിയിലാണോ മീൻകറി വെക്കുന്ന ആ ചട്ടിയിലേക്ക് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഏകദേശം ഇതേ അളവിൽ തന്നെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാർ അളവിൽ വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ളത് ഇത് നമ്മുടെ തക്കാളിയാണ്. അത് ഞാൻ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കൂടി ഒന്ന് നെടുകെ കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കും. അപ്പം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിയാണ്. കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു 2-3 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം ഒന്നും മിക്സ് ചെയ്യണ്ട. മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് മീനൊക്കെ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാനുള്ള ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചുവന്ന മുളകില്ലേ, അത് ഒരു 2 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതുപോലെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക, ഒരു ബ്രൗൺ കളർ ആവുന്നവരെ. അപ്പോൾ ഇന്ന് വറുത്തതിന് ശേഷം നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മീൻകറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും